INS തമൽ റഷ്യയിൽ നിർമ്മിച്ച ഇന്ത്യയുടെ യുദ്ധപ്പടക്കപ്പലാണ്. ഈ പടക്കപ്പൽ വീണ്ടും തിരിച്ച് റഷ്യയിലേക്ക് പോയിരിക്കുന്നു. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും റഷ്യൻ മാധ്യമത്തിലുമൊക്കെ. ഇതിന് പിന്നിൽ ചില നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇന്ത്യയും റഷ്യയും ചേർന്ന് ചില നീക്കങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പടക്കപ്പൽ വീണ്ടും തിരിച്ച് റഷ്യയിലേക്ക് പോയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. സത്യത്തിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ടോ? എന്താണ് അതിലെ സത്യാവസ്ഥ? INS തമൽ റഷ്യയിലേക്ക് പോയതിന് പ്രത്യേക ലക്ഷ്യം തന്നെയുണ്ട്. അത് ലോക മാധ്യമങ്ങളും റഷ്യൻ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇന്ത്യ റഷ്യ ബന്ധത്തിന്റെ വലിപ്പം, അല്ലെങ്കിൽ അത് വലിയൊരു ബന്ധമാണ്, അതിനെ കാണിക്കുന്നതിൽ റഷ്യൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. പക്ഷേ നമുക്ക് ചോദ്യത്തിനും ഈ ചർച്ചയ്ക്കും പ്രസക്തി എന്ന വണ്ണം ഈ പറയുന്ന കപ്പൽ, ഈ തമൽ അവിടെ നിർമ്മിച്ചു, നമ്മൾ അവിടെ വെച്ച് നിർമ്മിച്ചു. ഏതാണ്ട് 8 കപ്പൽ ഇപ്പം നിർമ്മിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്റെ ഓർമ്മ ശരിയാണ്. അപ്പൊ അതൊരു വലിയ എല്ലാ സംവിധാനങ്ങളോടും കൂടിയുള്ള പടക്കപ്പലാണ്. എല്ലാ അതിന്റെ ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് ഒരുപക്ഷെ നമ്മൾ അത്ഭുതപ്പെട്ടു. അപ്പം എല്ലാ സംവിധാനങ്ങളോടും കൂടിയുള്ള പടക്കപ്പലാണ്. ഇത് റഷ്യയിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ റഷ്യൻ തലസ്ഥാനമായ സെന്റ് പീറ്റേഴ്സ്ബർഗ് എത്തി എന്നുള്ള രീതിയിലേക്കുള്ള വാർത്ത വരുന്നു. ഇതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. അത് ചർച്ച ചെയ്യുന്നതിനകത്ത് കാര്യമുണ്ട്. ഈ ചോദിക്കുന്നത് പോലെ എന്തിനു പോയി, യുദ്ധത്തിന് പോയതാണോ, റഷ്യയെ സഹായിക്കാൻ പോയതാണോ, മറ്റു കാര്യത്തിനാണോ എന്ന് ചോദിക്കുമ്പോൾ റഷ്യയെ സഹായിക്കാൻ പോയതാ. റഷ്യയുടെ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും റഷ്യയെ സഹായിക്കാൻ പോയത്. രണ്ടാമത് ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആര് പറഞ്ഞാലും നമുക്ക് കൃത്യമായ നിലപാടുള്ള രാജ്യമാണെന്ന് കാണിച്ചതാണ്. കാരണം US പറഞ്ഞു പോവരുത്, നാറ്റോ പറഞ്ഞു പോവരുത്, യൂറോപ്യൻ യൂണിയൻ പറഞ്ഞു പോവരുത്. നമ്മൾ പറഞ്ഞു നമ്മുടെ കാര്യം നമ്മൾ തീരുമാനിച്ചോളാം, ഞങ്ങൾ പോകും. എവിടെ പോയി? നേവിയെ US താക്കീത് കൊടുത്തു. അതിനുശേഷം ഈ പറയുന്ന ട്രംപ് ഉൾപ്പെടെയുള്ള നാറ്റോ രാജ്യങ്ങളെ കൊണ്ട് പറയിച്ചു, യൂറോപ്യൻ രാജ്യങ്ങളെ കൊണ്ട് പറയിച്ചു. റഷ്യ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്ന പോലെ ലോക സമാധാനത്തിനും അല്ലെങ്കിൽ ഇത്തരത്തിൽ യുദ്ധത്തിനും വേണ്ടി നിൽക്കുന്ന ആളാണ്. അല്ലെങ്കിൽ ആ യുദ്ധം നിൽക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, അത് ബ്രസീൽ ഉണ്ടായിരുന്നു, ചൈന ഉണ്ടായിരുന്നു, ഈ പറയുന്ന ഇന്ത്യ ഉണ്ടായിരുന്നു, നിങ്ങൾ അവരുടെ സഹായം നിർത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരും. ഒന്നും മിണ്ടാൻ പോയില്ല, അടുത്ത ആഴ്ച അരി കയറ്റി വിട്ടു. നാറ്റോ പറഞ്ഞതിന്റെ പിറ്റേ ആഴ്ച അരി കയറ്റി വിട്ടു. അതിനുശേഷം ഈ പറഞ്ഞത് രണ്ടാമത്തെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഈ പറയുന്ന തിട്ടൂരത്തിന് ശേഷം പറഞ്ഞു പുടിൻ ഇവിടെ നേരിട്ട് വരാൻ പോവാ അടുത്ത മാസം. മനസ്സിലായോ? പുടിൻ വരാൻ പോവാ. ഇവിടെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞ ഏറ്റവും വലിയ ഈ പറയുന്ന പോലെ നമ്മള് അറിയാമല്ലോ, കരാറുകൾ അല്ലെങ്കിൽ ആഭ്യന്തര കരാറുകൾ ഒപ്പിടാൻ പോവുകയാണ്. അതായത് ഇതുവരെയും തന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്, നമ്മുടെ രഹസ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ആയുധങ്ങൾ ഇവിടെ വെച്ച് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ടെക്നോളജിയും സോഴ്സ് കോഡ് എല്ലാം തന്നിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്നു. ആ ആയുധങ്ങൾ വെച്ച് ലോകത്തെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ റഷ്യയുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആയുധ കച്ചവടം നടത്താൻ പറ്റാത്തപ്പോൾ ഇന്ത്യയുമായി കൂട്ടിച്ചേർന്ന് എല്ലാ ആയുധങ്ങളും കൊടുക്കാൻ നിൽക്കുന്ന സമ്മതത്തിൽ റഷ്യ അടുപ്പിച്ചാൽ ഏത് രാജ്യത്തിനും ഈ പറയുന്ന പോലെ തിട്ടൂരവും അല്ലെങ്കിൽ താരിഫും ഈ പറയുന്ന ബാനും ഒക്കെ പറയുമ്പോൾ നമ്മളവിടെ പോകുന്ന ചൈന പറഞ്ഞിട്ടില്ല, നമുക്കറിയാം. ചൈന വലിയ ആളാണെന്ന് പറയുന്നത്, നമ്മളെക്കാട്ടി വലിയ ആളാ ചൈന. ഈ താരിഫിന്റെ കാര്യത്തിലും ഇതുപോലെ റഷ്യയുടെ തിട്ടൂരത്തിന്റെ കാര്യത്തിലും മറ്റു കാര്യത്തിലും ഒക്കെ ചൈനയ്ക്ക് നിലപാടുണ്ടായിരിക്കും. പക്ഷെ ഇന്ത്യയുടെ കൂട്ട് പറയാൻ ചൈന ഇതുവരെ ധൈര്യം കാണിച്ചിട്ടില്ല. അതായത് ഈ ഒരു പോക്കിനകത്ത് ലോകത്ത് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് ഇന്ത്യയുടെ നിലപാടുണ്ട്. അത് അമേരിക്ക പറഞ്ഞാൽ ഇന്ത്യ കേൾക്കത്തില്ല. പണ്ടത്തെ കൂട്ടി നാറ്റോ രാജ്യം പറഞ്ഞാൽ കേൾക്കത്തില്ല. ഈ പറയുന്ന പോലെ യൂറോപ്യൻ യൂണിയൻ പറഞ്ഞാലും കേൾക്കത്തില്ല. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം യൂറോപ്യൻ യൂണിയനിന് വെളിയിൽ പോയി, എനിക്ക് നാറ്റോ രാജ്യത്തിന് യൂറോപ്യൻ യൂണിയനിൽ ഉണ്ടോ എന്ന് എനിക്ക് നാറ്റോയിൽ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം പറഞ്ഞ ഇവരുടെ ആളാണല്ലോ, ബ്രിട്ടനുമായിട്ട് നമ്മൾ കരാർ ഒപ്പിട്ടല്ലോ. ഈ പറയുന്ന ട്രംപിന് കിട്ടിയ പണി, ട്രംപ് പറഞ്ഞു ഇന്നത് കൊണ്ടുവന്ന് ഇവിടെ വെച്ചാൽ ഞങ്ങൾ അങ്ങോട്ട്. ബ്രിട്ടനുമായിട്ട് എത്ര ഫ്രീ, നമ്മുടെ സാധനം ഫ്രീ ആയിട്ട് അവിടെ പല സാധനങ്ങളും ഇറക്കുമതി ചെയ്തു. നമ്മൾ വിചാരിക്കുന്ന പോലെ അമേരിക്കയുടെ സാധനം ഒന്നും, ഈ വലിയ കാമ്പൂരിയുള്ള സാധനം ഒന്നുമില്ല. അമേരിക്കയുടെ സാധനത്തോട് പോലെ അതേ നാണയത്തിൽ മത്സരിക്കാൻ പ്രാപ്തമായിട്ടുള്ള സാധനങ്ങൾ ഇവിടുന്ന് ഇറക്കാൻ പോവുക. അപ്പം ലോകത്തില് ഈ പറയുന്നത് പോലെ ലോക രാജ്യങ്ങളെ നിയന്ത്രിക്കുന്ന യൂറോപ്യൻ യൂണിയനും നാറ്റോയും അമേരിക്കയും ഒക്കെ ആണെന്ന് വിചാരിച്ചിരുന്നിടത്ത് ഇന്ത്യയുടെ അടുത്ത് ഒരു തിട്ടൂരവും നടക്കത്തില്ല. അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഇന്ത്യ വിചാരിച്ചാൽ ഇനിയും ലോക രാജ്യങ്ങളെ നിയന്ത്രിച്ചു പോകാൻ പറ്റുന്ന ഒരു സംവിധാനം ഉണ്ടോ? അങ്ങനെ ട്രംപ് പറഞ്ഞു. ട്രംപിന് RIC, ഇന്ത്യ, റഷ്യ, ചൈന, ആ ചർച്ചയ്ക്കകത്ത് ട്രംപിന് ഭയമുണ്ട്. ബ്രിക്സ് വന്നപ്പോൾ ഇന്ത്യയുടെ നേതൃത്വം വരുന്നു, ട്രംപിന് ഭയമുണ്ട്. അതുപോലെ ഈ പറയുന്ന ഈ നമ്മുടെ കീഴിൽ വരുന്ന പല നേതൃത്വങ്ങളുടെ കാര്യം വരുമ്പോൾ ഈ പറയുന്ന ഭയം വരുന്നു. അതുകൊണ്ടാണ് ഈ പറയുന്ന, ഞാൻ മുമ്പേ പറഞ്ഞത്, ഈ പറയുന്ന കപ്പൽ 27-ാം തീയതി, അതായത് ഇന്നത്തെ ദിവസം നേവി ഡേക്ക് അവിടെ നമ്മൾ പങ്കെടുക്കുന്നതിന് വേണ്ടി പോയതാണ്.
പക്ഷെ അവിടെ പോകരുതെന്ന് നമ്മൾക്ക് തിട്ടൂരം തന്നു. റഷ്യയുമായിട്ട് അങ്ങനെ ഒരു അഭ്യാസം വേണ്ട നമ്മൾക്ക് തിട്ടൂരം തന്നു. അത് അങ്ങനെ പോയാൽ റഷ്യയുമായിട്ടുള്ള കരാറ് പോയാൽ റഷ്യയും ഇനി യുദ്ധത്തിന് സഹായിക്കുന്ന എക്കണോമിക്കൽ ഗ്രോത്ത് ആയിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ യുദ്ധ സാമഗ്രികൾ ഈ പറയുന്ന ക്രൂഡ് ഓയിൽ ഒക്കെ മേടിക്കുന്ന ചൈനയ്ക്കും ഇന്ത്യക്കും ബ്രിക്സിന് പരസ്യമായിട്ട് സഹായം തന്നു. അതിനുശേഷം നമ്മൾ കയറ്റുമതി ഇറക്കുമതി വളരെ കൃത്യമായിട്ട് വളരെ വ്യക്തമായിട്ട് കാണിച്ചു കൊടുക്കുന്ന ഒരു അവസ്ഥ വന്നു. അതുപോലെ നേരത്തെ വിക്ടറി ഡേ ഉണ്ടായിരുന്നല്ലോ, 25 രാജ്യങ്ങളെ വിളിച്ചല്ലോ, ഇന്ത്യ അടുത്ത് അന്നും പറഞ്ഞല്ലോ പോരുന്നു, ഇന്ത്യ പോയല്ലോ, അസർബൈജാൻ ഉൾപ്പെടെയുള്ളവർ പോയിട്ടില്ല, അസർബൈജാൻ നേരത്തെ റഷ്യയുടെ ഭാഗമായിട്ട് നിന്നു. അപ്പം ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്നത് പോലെ ഒരു നീക്കം ലോകത്ത് ഇന്ന് വരെ ഇല്ലാത്ത ഒരു നീക്കം, ഒരുപക്ഷെ റഷ്യ വിചാരിച്ചിട്ട് പോലും നടക്കാത്ത ഒരു നീക്കം, ഒരുപക്ഷെ ശീത യുദ്ധകാലത്തിന് ശേഷം അമേരിക്ക ഒരു ചേരി, റഷ്യ ഒരു ചേരി, റഷ്യയെ പോലും ഒരു പരിധിയിൽ ആ ചേരിയിൽ നിന്നതിന് അല്ലെങ്കിൽ ആ കൂട്ടായ്മയ്ക്ക് തകർക്കാൻ സാധിച്ച ഒരു യൂറോപ്യൻ യൂണിയനും അമേരിക്കയ്ക്കും നാറ്റോയ്ക്കും ഇപ്പം ഈ നമ്മൾ പരസ്യമായിട്ട് വെല്ലുവിളിച്ചൊന്നും ഇറങ്ങുന്നില്ലെങ്കിൽ നമ്മൾ നടത്തുന്ന നീക്കങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകൾ, കഴിഞ്ഞ ദിവസം UN-ലും കൊടുത്ത ഇത് തന്നെയാണ്. എത്ര പൈസ വേണേലും പാകിസ്ഥാന് കൊടുത്തോ, നിങ്ങൾ പാകിസ്ഥാന് കൊടുത്താലും ഞങ്ങൾ അടിക്കും. പാകിസ്ഥാന്റെ നിലപാട് ഞങ്ങളുടെ അടുത്ത് ഇനി ആര് സംരക്ഷിച്ചാലും അവനെ എത്ര കൂട്ടി യോജിപ്പിച്ച് എത്ര UN ചർച്ച നടത്തിയാലും ഞങ്ങളുടെ രാജ്യത്തിനെതിരെ ഭീകരവാദ പ്രവർത്തനം നടത്തിയാൽ ഞങ്ങൾ അടിച്ചിരിക്കും. നിങ്ങൾ എത്ര പൈസ കൊടുത്താലും അടിക്കും, കുഴപ്പമില്ലല്ലോ. ഈ നിലപാട് എന്തെടുത്തിട്ടുണ്ട്? അടിച്ചോട്ടെ എന്ന് ചോദിച്ച് അടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, അറിയാമോ? അല്ലെങ്കിൽ ഈ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ അമേരിക്ക ചെയ്യേണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ഈ പറഞ്ഞ സിന്ദൂരിന്റെ സമയത്ത് ഇവിടുത്തെ പ്രതിപക്ഷ നേതാവും കോൺഗ്രസും ഒക്കെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, അത് ഇന്ദിരാഗാന്ധി എന്നായിരുന്നു അവരുടെ പേര്, അവർ അംഗീകരിച്ചിട്ടില്ല, അവർ അമേരിക്കയുടെ പടക്കപ്പൽ ഇവിടെ വന്നപ്പോ ഓടിച്ചെന്നൊക്കെ പറഞ്ഞ് ആ യുദ്ധ സമയത്ത് ആദ്യം 5 ദിവസം പോയി അമേരിക്കയിൽ പോയി പ്രസിഡന്റിനെ കാണാൻ, കയറ്റിയില്ല, തിരിച്ചു പോന്നു. പടക്കപ്പൽ ഓടിച്ചതല്ല, അന്നും റഷ്യയായിട്ട് ബന്ധമുണ്ട്. ഇവര് പടക്കപ്പലുമായിട്ട് വന്നു, റഷ്യ അപ്പുറത്ത് അവരുടെ പടക്കപ്പലുമായിട്ട് വന്നു. അന്നേരം അമേരിക്കയ്ക്ക് മനസ്സിലായി അവരങ്ങ് തിരിച്ചു, നമ്മൾ ഓടിച്ചതൊന്നുമല്ല. അത് ഈ റഷ്യ പറഞ്ഞു നീ എന്നാ ഞങ്ങൾ നോക്കാന്ന് പറഞ്ഞു. റഷ്യ എടുത്ത് നോക്കാനൊന്നും ഇന്നും അമേരിക്കയ്ക്ക് പേടിയാ. ഇന്ന് ഈ പറയുന്ന വരട്ടേ ഉള്ളൂ. അമേരിക്ക റഷ്യ എടുത്തു വെച്ച് സാധനം എടുത്ത് തൊടുക്കത്തില്ല. കണ്ടില്ലയോ, ഒരു ഇറാൻ എന്ന് പറഞ്ഞ ഒരു രാജ്യം അവന്റെ ഈ പറയുന്നത് പോലെ ഒരു സൈനിക താവളത്തിൽ ഖത്തറിൽ ഒരു മിസൈൽ അയച്ചപ്പോ അന്ന് നിർത്തിയല്ല പണി. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ അമേരിക്ക. യുദ്ധം ചെയ്ത് അവിടെ കൂടെ ഇവിടെ കൂടെ അടി നടത്തി പോകുന്ന കക്ഷിയുള്ളൂ. അമേരിക്കയുടെ അകത്ത് ഒരു മിസൈൽ വീണിട്ട് 100 കൊല്ലമായി. ഇപ്പൊ ഒരു മിസൈൽ അവിടെ വന്നാൽ യുദ്ധത്തെ ഫേസ് ചെയ്യാൻ പ്രാപ്തമായിട്ടുള്ള ഒരു ജനവും അതിന് സജ്ജമായിട്ടുള്ള അല്ലെങ്കിൽ പ്രാക്ടീസ് ഉള്ള വലിയ സംവിധാനങ്ങളുണ്ട് ലോകത്ത്. ഇപ്പൊ ഓരോരുത്തർ വന്ന് അതിന്റെ കീഴിൽ അങ്ങോട്ട് അടിക്കും, പിന്നെ ഇയാളെ തീരുമാനിക്കുന്നത്. ഒരു കാര്യം അറിയാൻ പറ്റും, കാരണം നമ്മുടെ കാര്യമാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ വലുതാണെന്ന് പറയുന്നതിനകത്ത് ബുദ്ധിമുട്ടുള്ള ഈ മൂലം ചൊറിയുന്ന ചില ആൾക്കാരായിരിക്കും വന്ന് കമന്റ് അടിക്കുന്നു. അപ്പം ഈ പറയുന്ന ഏതായാലും പ്രാക്ടീസ് ചെയ്യാനേ മതിയാവത്തുള്ളൂ. അപ്പൊ ആ പ്രാക്ടീസ് റഷ്യക്കുണ്ട്. ഞാൻ പറയുന്നത് യുദ്ധം ചെയ്ത് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് ഒരു യുദ്ധത്തെ ഫേസ് ചെയ്യാത്ത ഒരു ജനതയാണ്. അപ്പൊ ഈ കാര്യങ്ങളുടെ കിടപ്പ് പണ്ടത്തെ അവസ്ഥയല്ല. ഇപ്പം ഈ പറഞ്ഞ ഫ്രാൻസ് കഴിഞ്ഞ ദിവസം എടുത്ത തീരുമാനം കണ്ടോ? ഫ്രാൻസ് പാലസ്തീനെ അംഗീകരിക്കുകയാണ്. എന്തോ നാറ്റോ രാജ്യം, യൂറോപ്യൻ രാജ്യം അമേരിക്കയുടെ കീഴിൽ. ഫ്രാൻസും ഇതുപോലെ അമേരിക്കയൊന്നും അംഗീകരിച്ചു പോകുന്ന ഒരു അവസ്ഥ കുറെ കാലം കൊണ്ടില്ല. എന്ന് വെച്ചാൽ രാജ്യങ്ങളെല്ലാം ഈ പറയുന്ന ഞങ്ങൾക്ക് ഞങ്ങളുടേതായ നല്ല സ്വന്തമായിട്ട് നിലനിൽപ്പാൻ വേറെ തന്റെ ഒരു തിട്ടൂരവും അല്ലെങ്കിൽ അവന്റെ കീഴിലും ഒന്നും നിൽക്കുന്നതിന് ഒരു അവസ്ഥയിൽ ഫ്രാൻസ് വലിയൊരു സംവിധാനത്തിലേക്ക് പോകുക. നമ്മളുമായിട്ട് വലിയ ബന്ധമാണല്ലോ ഫ്രാൻസിന്, അല്ലെങ്കിൽ അത്തരത്തിൽ നല്ല സൈനിക ശക്തിയും അല്ലെങ്കിൽ നല്ലൊരു രാജ്യവുമായിട്ട് പോകും. അപ്പൊ അത് അവർ പറഞ്ഞു ഞങ്ങളുടെ അഭിപ്രായം ഇതാ, കാരണം ഈ ലെബനോനുമായിട്ടൊക്കെ ബന്ധമുള്ള, അതുകൊണ്ട് പാലസ്തീന്റെ വിഷയത്തിൽ ഇസ്രായേലിനെതിരായിട്ട് നേരത്തെ യുദ്ധം നടന്നപ്പോൾ ഞാൻ പറഞ്ഞത്, അങ്ങനെ സ്വന്തമായിട്ട് പ്രാപ്തമായിട്ട് താല്പര്യങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന രാജ്യത്തിന്റെ കൂട്ടത്തിൽ ഇന്ന് ആദ്യത്തെ രാജ്യം ഇന്ത്യയാണ്. അതുകൊണ്ട് ഈ പറയുന്ന കപ്പൽ അവിടെ പോകുന്നതിന് മുമ്പ് ട്രംപ് പറഞ്ഞു പോകരുത്, നാറ്റോ പറഞ്ഞു പോകരുത്, ഈ പറയുന്ന യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ പറഞ്ഞു പോകരുത്, ഇവനെല്ലാം പറയുന്നത് നമ്മൾ എടുത്ത് മര്യാദയ്ക്കുള്ള സംസാരമാണെങ്കിൽ നമുക്ക് ആലോചിക്കാം ഏത് കാര്യത്തിനകത്ത്. പിന്നെ കാരം കൊടുത്തല്ലല്ലോ നമ്മൾ പോകുന്നത്, നമ്മൾ ചെല്ലേണ്ടത് നമ്മൾ ചെല്ലും. അപ്പൊ അതിന്റെ ഒരു ഏറ്റവും വലിയ എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ എന്ന് ചോദിച്ചാൽ റഷ്യയുടെ എന്ത് വിഷയം വരുമ്പോഴും റഷ്യ നമ്മൾക്കിടപെടുന്ന പോലെ റഷ്യയുടെ വിഷയത്തിന് ആര് നിന്നാലും നമ്മൾ ഇടപെടുന്ന ഒരു അവസ്ഥയുണ്ട്. അതുകൊണ്ട് ഈ ഒരു സമയത്തും ലോകം ഉറ്റുനോക്കുന്ന സമയത്തും അവിടുത്തെ നേവിയുടെ വിക്ടറി ഡേക്ക് ഈ ലോകത്തെ ഏതൊക്കെ രാജ്യങ്ങൾ അവിടെ ചെല്ലുന്നുണ്ട്, ആ രാജ്യത്തിനകത്ത് ലോകം ചർച്ച ചെയ്യുന്ന ഒരു രാജ്യം എല്ലാവരുടെയും തിട്ടൂരത്തെ അതിജീവിച്ച് പോകരുതെന്ന് പറയുന്നിടത്ത് ഞങ്ങൾ റഷ്യയുടെ ഭാഗമായിട്ട് നിൽക്കും, അവിടെ പോകും എന്ന് പറഞ്ഞ് ഇപ്പൊ കാണിച്ചു, നേരത്തെ വിക്ടറി ഡേ കാണിച്ചു. അതായത് റഷ്യയെ സഹായിച്ചാൽ ഇന്ത്യയെ പാഠം പഠിപ്പിക്കുമെന്ന് ഒരുപക്ഷെ അമേരിക്കൻ പ്രസിഡന്റ് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവിടുത്തെ സെനറ്റ് ഉൾപ്പെടെ പറയുമ്പോൾ, നാറ്റോ രാജ്യം പറയുമ്പോൾ, യൂറോപ്യൻ രാജ്യം പറയുമ്പോൾ അങ്ങനെ പഠിപ്പിക്കാനൊന്നുമില്ല, ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നാൽ പഠിപ്പിക്കും
എന്ന് പറയുന്ന ഒരു അവസ്ഥ. റഷ്യക്ക് ഇപ്പോ എല്ലാ സംവിധാനങ്ങളുണ്ട്, യുദ്ധത്തിന്റെ പുറകിൽ അല്പം പണത്തിന്റെ കുറവുണ്ട്. ആ പണത്തിന്റെ കുറവ് പരിഹരിക്കാൻ ഏത് അർത്ഥത്തിലും ഏത് രീതിയിലും റഷ്യയെ സഹായിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് ഉള്ള ഒരു മെസ്സേജ്, അല്ലെങ്കിൽ ഈ പറയുന്ന RIC, റഷ്യ ഇന്ത്യ ചൈന ബന്ധം വേണമെങ്കിൽ പോലും ബ്രിക്സിനകത്തെ തീരുമാനങ്ങൾ എടുത്തു പോകും, ആര് പറഞ്ഞാലും തീർക്കുമെന്ന് പറഞ്ഞാൽ വില പോകുന്ന ഒരു അവസ്ഥയില്ല എന്നുള്ള ഒരു മെസ്സേജും കൂടിയാണ്. നാളെ കാലത്ത് റഷ്യക്ക് വേണ്ടി ഒരു യുദ്ധം, അല്ലെ റഷ്യ ഇന്ത്യക്ക് വേണ്ടി ഒരു യുദ്ധം, അതിന് ഒരുപക്ഷെ ഇന്ത്യ തയ്യാറാകും എന്ന് വേണം കരുതാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.